ഹലോ ഗെയ്സ്. ഇന്ന് ഞങ്ങൾ മലേഷ്യയിലെ സെലൻഗോർ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഗൊമാങ് ജില്ലയിലെ ബാത്തു ഗുഹകൾ സന്ദർശിക്കാൻ പോവുകയാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. റോഡിൻ്റെ വലതുവശത്ത് കാണുന്ന പച്ച നിറഞ്ഞ മലനിരകളിൽ കാണുന്ന സ്ഥലമാണ് ബാത്തു കേവ്. അവിടേക്ക് നോക്കിയാൽ ശ്രീ മുരുകൻ്റെ പ്രതിമ കാണാൻ കഴിയും. മലേഷ്യയിലെ സെലങ്കറിൽ സ്ഥിതി ചെയ്യുന്ന 400 വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ് പാറകളിൽ നിർമ്മിതമായ ഗുഹകളാണ് ബാത്തു ഗുഹകൾ. ഈ മലമുകളിലെ ബാത്തു ഗുഹയിലെ ശ്രീ മുരുകൻ്റെ സന്നിധിയിൽ ചെല്ലാൻ 272 നടകൾ കയറി, പിന്നീട് 42 നടകൾ ഇറങ്ങി, പിന്നീട് 63 നടകൾ കയറി വേണം ചെല്ലാൻ. 42.7 മീറ്റർ, അതായത് 140 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മുരുകൻ്റെ പ്രതിമ ബാത്തു ഗുഹകൾക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 24 ദശലക്ഷം രൂപ വില വരുന്ന ഈ പ്രതിമ 1550 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റും 250 ടൺ സ്റ്റീൽ ബാറുകൾ, 300 ലിറ്റർ സ്വർണ്ണ പെയിൻറ് എന്നിവ ഉപയോഗിച്ചിരിക്കുന്നു. ഈ പ്രതിമ അയൽരാജ്യമായ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ തൈപ്പൂയത്തിന് വലിയ ആഘോഷം നടക്കും. ഇന്ത്യയിൽ നിന്ന് 15 ശില്പികൾ ഇതിൻ്റെ നിർമ്മാണത്തിൽ പ്രവർത്തിച്ചു. 2004 ആരംഭിച്ച് 2006 ജനുവരി 29 തുറന്നു നൽകി. താഴേക്ക് നോക്കിയാൽ പാർക്കിംഗ് ഏരിയയും പട്ടണവും വാഹനങ്ങൾ പോകുന്നതും കാണാൻ സാധിക്കും. വളരെ അത്ഭുതപ്പെടുത്തുന്ന ചുണ്ണാമ്പ് പാറകളിൽ രൂപം കൊണ്ടതാണ് ബാത്തു ഗുഹകൾ. ശ്രീ മുരുകൻ വസിക്കുന്ന 10ാമത്തെ ഗുഹ ആയാണ് ബാത്തു ഗുഹ അറിയപ്പെടുന്നത്. അതിൽ ആദ്യ 6 എണ്ണം ഇന്ത്യയിലും ബാക്കിയുള്ളത് മലേഷ്യയിലുമാണ്. 1890 തമ്പുസ്വാമി പിള്ള എന്ന ധനികനായ തമിഴ് വംശജനാണ് മുരുകനെ ഈ ഗുഹയിൽ പ്രതിഷ്ഠിച്ചത്. കൊറ്റക്കാടിൻ്റെ മലയൻ നാടുകളിൽ എന്ന കൃതിയിൽ ബാത്തു ഗുഹയെപ്പറ്റി പറയുന്ന കൊള്ളക്കാരുടെ താവളം എന്ന നിലയിലാണ്. ഇരുന്നൂറ്റി നടകൾ കയറി മേലെ വന്നതിന് ശേഷം ഏകദേശം 42 നടകൾ താഴേക്ക് ഇറങ്ങി ഗുഹയിൽ പ്രവേശിച്ച് വീണ്ടും കുറച്ച് സ്റ്റെപ്പുകൾ കയറിയാണ് സന്നിധിയിൽ എത്തുന്നത്.
അങ്ങനെ ബാത്തു ഗുഹയിലെ ശ്രീ മുരുകൻ സ്വാമിയെ ദർശനവും കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് തിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവിയൽ ഡയറീസ്. മലേഷ്യയിലെ കുലാലംപൂരിലെ KL സെൻട്രലിൽ നിന്ന് ബാത്തു ഗുഹകളിലേക്ക് യാത്ര ട്രെയിനിൽ കയറിയാൽ എത്തിച്ചേരാം.